ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ വർഷം ഒരുപാട് അവാർഡുകളെല്ലാം വാരിക്കൂട്ടി, ഒരുപാട് നിരൂപക പ്രശംസയെല്ലാം വാരിക്കൂട്ടി ഒരു സിനിമയായിരുന്നു ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്, പ്രഭയായി നിലച്ചതെല്ലാം എന്നുള്ള ഒരു സിനിമ. ഇപ്പൊ സിനിമ ഓസ്കാറിൽ റിലീസ് ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം. സിനിമ ഓവറോൾ നമ്മളൊരു എന്താ പറയാ, ഞാൻ മറ്റേ ഗേൾസ് വിൽ ബി ഗേൾസ് എന്നുള്ള ആ ഒരു സിനിമ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ ഒരു അവാർഡ് സിനിമയായിട്ട് തന്നെ വേണം നമ്മൾ ഇതിനെ അപ്രോച്ച് ചെയ്യാനെ കൊണ്ട്. മറ്റേതിനേക്കാളും കുറച്ചുകൂടി അവാർഡ് മൂവി ആയിട്ടാണ് ഇതിനെ നമ്മൾ കൺസിഡർ ചെയ്യാനെ കൊണ്ട്. ഇതൊരു ആ ഒരു ടൈപ്പ് സിനിമയാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ ഒരു സിനിമ ഇഷ്ടപ്പെടാനും ചാൻസ് ഉള്ളൂ. എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് എനിക്കൊരു ഇഷ്ടപ്പെട്ടു എന്നും പറയാൻ പറ്റത്തില്ല, ഇഷ്ടപ്പെട്ടില്ല എന്നും പറയാൻ പറ്റത്തില്ല. ഒരു മീഡിയമോ അല്ലെങ്കിൽ ഒരു ഓക്കെ ഫീൽ എന്നൊക്കെ പറയാം. കണ്ടു തീർന്നു, കഴിഞ്ഞു. നമുക്ക് അതിൽ കൂടുതൽ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട ഒരിത് വരുന്നില്ല. നമ്മൾ സാധാരണ ഒരു സിനിമ പ്രേമിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു എല്ലാവരുടെയും പെർഫോമൻസ്, പിന്നെ ആ ഒരു ക്രൗഡ്, നമ്മുടെ ആ ഒരു മുംബൈയിൽ പോയിട്ട് പുറത്ത് നിന്ന് നമ്മൾ അവരെ കാണുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ഒരു മുംബൈയിലെ ക്രൗഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഇതിന്റെ കളർ ഗ്രേഡിങ് അല്ല, ഒരു ക്യാമറ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് കുറച്ച് പഴയകാല ഇതിൽ നമ്മൾ ഗ്രെയിൻസ് ഒക്കെ വെച്ചിട്ടുള്ള രീതിയിൽ കാണുന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് കൂടിയായിരുന്നു. പിന്നെ എപ്പോഴത്തെയും പോലെ തന്നെ കനി കുസൃതി, പിന്നെ എടുത്തു പറയേണ്ടത് ദിവ്യപ്രഭ. അവർ രണ്ടുപേരും അവരുടെ ക്യാരക്ടർ സൂപ്പറായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ക്യാരക്ടറിന്റെ ഡെപ്ത് എല്ലാം അവരുടെ ആ ഒരു പെർഫോമൻസിൽ മനസ്സിലാവുന്നുണ്ട്. അതേപോലെ തന്നെ ആസിസ് നെടുമങ്ങാട്, പുള്ളിക്കാരനും ആകെ കുറച്ച് സീനേ ഉള്ളൂ. കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് കാണും, 10-15 മിനിറ്റ് കൂടുതൽ പുള്ളിക്കാരന്റെ സ്ക്രീൻ പ്രസൻസും ഇല്ല. പക്ഷേങ്കിൽ ആ വന്ന അത്രയും സ്ഥലത്തും ആ പുള്ളിക്കാരന്റെ ആ ഒരു ഒറ്റപ്പെടല്, അവിടെ വന്ന് പെട്ടുപോയൊരു അവസ്ഥ നമുക്ക് പുള്ളിക്കാരന്റെ പെർഫോമൻസിൽ നിന്ന് മനസ്സിലാവും. ഒരു 18 വയസ്സിൽ മേപ്പോട്ടുള്ളവർ മാത്രം കാണുക. ഓവറോൾ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ അവാർഡ് സിനിമകളൊക്കെ ഇഷ്ടമാണ്, ഇതേപോലത്തെ ബുദ്ധിജീവി സിനിമകളൊക്കെ ഇഷ്ടമാണ്. അതെല്ലാം സീന് മാത്രം കാണാനെ കൊണ്ടാണ് കാണുന്നവരാണെങ്കിലും കാണാം. അല്ലാതുള്ളവർ ഈ സിനിമ കാണാതിരിക്കുന്നതാണ് ബെറ്റർ. പിന്നെ കണ്ടിരിക്കാം, നമുക്ക് ബോറടിക്കില്ല. കുറച്ചധികം ഹിന്ദി കയറി വരുന്നുണ്ട്. ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ മാത്രമേ മലയാളം സംസാരിക്കത്തുള്ളൂ. ബാക്കി ക്രൗഡ് കാര്യങ്ങളെല്ലാം ഒരു ഹിന്ദിയാണ് വരുന്നത്. ഇതെല്ലാം വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു സിനിമ കാണാനെ കൊണ്ട്. അല്ലാതെ ഓവർ എക്സ്പെക്ടേഷൻ വെച്ചിട്ട് എല്ലാരും കിടന്ന് തള്ളുന്നത് കേട്ടിട്ട് ഇരുന്ന് കണ്ടു കഴിഞ്ഞാല് കഥം കുതം പോകാം. അപ്പം ശരി ഗൈസ്, ഈ സിനിമ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഇത് എന്റെ അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം ഈ സിനിമ കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാം ഗൈസ്. അപ്പൊ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി.